എം വി ജയരാജൻ നമ്മോടൊപ്പം ചേരുന്നു. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി കൂടെ എം വി ജയരാജൻ നമ്മോടൊപ്പം ചേരുകയാണ്. എം വി ജയരാജൻ, ഇപ്പോൾ കേരളം നടത്തിയ ഒരു നിയമ പോരാട്ടം കേരളത്തോട് അന്യായമാണ് കേന്ദ്രം കാണിക്കുന്നതെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. നാളെ 10:30 കേരളത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്രം നിലപാട് അറിയിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. കേരളം എടുത്ത ഈ നിലപാടുകളെ അതിനെ വല്ലാതെ താറടിച്ച കേരളത്തിന് മിസ്മാനേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിനേറ്റ ഒരു തിരിച്ചടി, ഒപ്പം തന്നെ കേരളത്തെ താറടിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയ അവരുടെ കള്ളപ്രചരണങ്ങൾ, വാർത്തകൾ ചമച്ചുവിട്ടത്, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അടക്കം എടുത്ത ബാലിശമായ നിലപാടുകൾ, ഇത് ഒരേ സമയം 3 പേർക്കുള്ള തിരിച്ചടി കൂടിയാവുകയല്ലേ ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ? സുപ്രീം കോടതിയുടെ ഇടപെടൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി ഉണ്ടായതുപോലെ തന്നെ സംസ്ഥാനത്ത് UDF സ്വീകരിച്ച നിലപാടിന് കനത്ത തിരിച്ചടിയാണ് ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്നാണെങ്കിൽ കേരളം കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ 2 തവണ പരിശ്രമം നടത്തിയിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ പിടിവാശിയാണ് അർഹതപ്പെട്ട കടമെടുക്കാനുള്ള അനുമതി പൂർണ്ണമായി നൽകാതിരുന്നത്. ഈ അർഹത നിർണയിക്കുന്നത് ഭരണഘടനാപരമായി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം ധനം കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥയുണ്ട്, നിയമവ്യവസ്ഥയുമുണ്ട്. അതനുസരിച്ച് അർഹതപ്പെട്ടത് പ്രകാരമാണെങ്കിൽ 19,350 കോടി രൂപ കടമെടുക്കാവുന്നതാണ്. അത് ധനമന്ത്രാലയത്തിന്റെ മുമ്പാകെ കാര്യകാരണ സഹിതം കേരളം സമർപ്പിച്ചു. പക്ഷേ 13,608 കോടി രൂപ അനുവദിക്കാനുള്ള തീരുമാനം മാത്രമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ റവന്യൂ വിഹിതം, നികുതി വിഹിതം, കടമെടുക്കാനുള്ള അനുമതി, കമ്മി നികത്താനുള്ള ഗ്രാന്റ്, GST നഷ്ടപരിഹാരം, ഇതെല്ലാം ഉൾപ്പെടെ 1,07,500 കോടി രൂപ ഇതിനകം കേന്ദ്രം കേരളത്തിന് നൽകേണ്ടത് നിഷേധിച്ചു കഴിഞ്ഞു. അതിനു പുറമെയാണ് ആവശ്യപ്പെട്ട കടമെടുക്കാനുള്ള അനുമതിയുടെ കാര്യം. അപ്പോഴാണ് കേന്ദ്രം പറയുന്നത്, നിങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതിനാൽ നിങ്ങൾക്ക് ഇനി തരാനുള്ളത് പോലും തരില്ല. ആ ഘട്ടത്തിൽ സുപ്രീം കോടതി ഇടപെട്ട് കേന്ദ്രത്തിന്റെ ആ നീക്കം തടഞ്ഞു. യഥാർത്ഥത്തിൽ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് അതിലുണ്ടായിട്ടുള്ളത്. അത് തടഞ്ഞതിനെ തുടർന്ന് 13,608 കോടി രൂപ ഇപ്പോൾ അനുവാദം നൽകിയിട്ടുണ്ട് കടമെടുക്കാൻ. പക്ഷേ അർഹതപ്പെട്ടത് 19,351 കോടി രൂപയാണ്. അപ്പൊ അത് തന്നേ പറ്റൂ എന്നതാണ് ഇപ്പോ ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ വ്യക്തമാവുന്നത്. ഏതായാലും പക്ഷെ താങ്കൾ ആദ്യം സൂചിപ്പിച്ചത് തന്നെ, ആദ്യം സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ കേരളവും കേന്ദ്രവും ചർച്ച നടത്തി തീരുമാനമെടുക്കൂ. കേരളത്തിന് അതിൽ തന്നെ കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു. ചർച്ച നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ ചില സൂചനകൾ നൽകുകയായിരുന്നു. പക്ഷേ ചർച്ചയിലും അവരെടുത്ത നിലപാട് അതുതന്നെയാണ്, കേരളത്തിൻ്റെ മിസ്മാനേജ്മെൻറ്റ്. പിന്നെ ഈ പറയുന്ന പോലെ ഇവർക്ക് ദഹിക്കാത്തൊരു പദമാണല്ലോ ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്ന സഹകരണ ഫെഡറലിസം അവർക്ക് പറ്റുന്ന പണിയേ അല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ ഈ കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ രാജ്യത്തെ ഇത്തരത്തിൽ ഈ നിലപാടെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടുകൾ തെറ്റാണെന്നും അത് നിയമവഴിയിൽ ശരിയായി വരണമെന്നും സുപ്രീം കോടതി ഒരു താക്കീത് കൂടി കൊടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കുകയും ചെയ്യും. കാരണം കേരളത്തോട് മാത്രമല്ല, കേന്ദ്ര ഈ BJP വിരുദ്ധ സർക്കാരുകൾക്കെതിരെയെല്ലാം ഈ നിലപാടാണ് കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ കേരളം ഒരു മാതൃക കാട്ടിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിൻ്റെ കണ്ണിൽ കേരളം കരടായി മാറുക തന്നെ ചെയ്യും. BJP ഇതര സംസ്ഥാന സർക്കാരുകളോടെല്ലാം കേന്ദ്രം പ്രതികാര നിലപാടാണ് ധനപരമായ കാര്യങ്ങളിൽ സ്വീകരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അത് കാണുന്നില്ല. എന്നാൽ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ BJP ഇതര സംസ്ഥാന സർക്കാരുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഇത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് കർണാടക സംസ്ഥാന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഡൽഹിയിൽ സമരം നടത്തിയത്.
അവർക്ക് 62,000 കോടി രൂപയാണ് അർഹതപ്പെട്ടത് നിഷേധിച്ചത്. അതിനെതിരെ അവര് സമരം നടത്തിയത് കേരള സമരം നടത്തുന്നതിന്റെ തൊട്ട് തലേ ദിവസമായിരുന്നു. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് നിലപാടിൽ മാറ്റം വരുത്തിയില്ല. മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസുകാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ പിന്തുണ കൊണ്ടാണ് അർഹതപ്പെട്ടത് കേന്ദ്രം നൽകാത്തത് എന്നാണ്. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വന്നു. കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണോ അർഹതപ്പെട്ടത് കേന്ദ്രം കർണാടകത്തിന് നിഷേധിച്ചത്? അപ്പൊ ഫലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന രീതിയാണ് കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF സ്വീകരിച്ചു വരുന്ന സമീപനം. അതിനേറ്റ തിരിച്ചടി തന്നെയാണിത്. വളരെ നന്ദി ശ്രീ MV ജയരാജൻ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.